അങ്ങനെ ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ നേതാവ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അനുരകുമാര ദിസനായകയാണ് ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ്. അപ്പോൾ നമുക്കറിയാം, ശ്രീലങ്കയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം സംഘർഷങ്ങളിലൂടെയും ഒരു ക്ഷാമം, സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ മുഴുകി നിന്ന ഒരു സമയമുണ്ടായിരുന്നു ശ്രീലങ്കയ്ക്ക്. COVID-19 ആയാലും രാജപക്സെ നാട് വിട്ടതിന് ശേഷം ഉള്ള ആ ഒരു ബഹുജന പ്രക്ഷോഭത്തിൻ്റെ സമയത്താണെങ്കിലും വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ശ്രീലങ്കൻ ജനത. അപ്പം ഈ ദിസനായകയുടെ വരവോടുകൂടി ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു പരിധിവരെ തടയാനാകും, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം ശ്രീലങ്കയ്ക്ക് ഉണ്ടാകുമെന്നാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത്. എന്താണ് സൂര്യക്ക് തോന്നുന്നത്? അങ്ങനെ ഒരു രക്ഷപ്പെടൽ സാധ്യമാണോ? ഈ ഒരു ഇടതുപക്ഷത്തിന്റെ വിജയം, അതായത് ശ്രീലങ്കയിലെ ഇടതുപക്ഷം ജയിച്ചു എന്ന് പറയുന്നത് ഇതിനൊരു വിജയമായിട്ട് കാണേണ്ടതില്ല. കാരണം ഈ ഒരു പാർട്ടിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്ര വലിയ പോരാട്ട വീര്യങ്ങളുടെ ചരിത്രമുള്ള ഒരു പാർട്ടി അല്ല JVP എന്ന് പറയുന്നത്. അവർ ഇതുവരെയുള്ള ശ്രീലങ്കയിൽ വളരെയധികം പ്രൊട്ടസ്റ്റുകൾ, കോലാഹലങ്ങൾ, കലാപങ്ങളൊക്കെ സൃഷ്ടിച്ച് മുൻ പ്രസിഡൻ്റായിരുന്ന ആളെ വരെ അത്രയും കലാപത്തിലൂടെ താഴെ ഇറക്കിക്കൊണ്ടായിരുന്നു അവർ മുന്നോട്ട് വന്നത്. ഇത്രയും സാമ്പത്തിക സുസ്ഥിരത നേരിടുന്ന സമയത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന ആൾക്കെതിരെ പോലും കലാപം സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു മുഖ്യധാരയിലേക്ക് ഈ ഒരു പാർട്ടി കൊണ്ടുവരുന്നത് പോലും. അപ്പോൾ ഇതിനൊരു ഈ ഒരു ഇടതുപക്ഷത്തിൻ്റെ വിജയമായൊന്നും കാണേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ഈ ഇന്ത്യ വിരുദ്ധരുടെ ഒരു ഒരു ആഘോഷം, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധരുടെ ഒരു ജയമായി ഇതിനെ കാണാവുന്നതാണ്. കാരണം അത് മാത്രമല്ല, ഇപ്പം ഈ രാജപക്സെ നാട് വിട്ടതിന് പിന്നിൽ ഈ ദിസ്നായകനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിന് മുൻപ് ഈ രാജപക്സെ, അതായത് മുൻ ശ്രീലങ്കൻ പ്രസിഡന്റായ രാജപക്സെയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന പാർട്ടിയും ഇവരുടെ തന്നെയായിരുന്നു. അതായത് LTT ഗ്രൂപ്പിനെ താഴെ ഇറക്കുക എന്നതായിരുന്നു ആദ്യം JVPയുടെ ആദ്യത്തെ അജണ്ട എന്നുള്ളത്. അപ്പം അതിന് സപ്പോർട്ടീവായിട്ട് നിന്നത് രാജപക്സെ കുടുംബമായിരുന്നു. അപ്പം രാജപക്സെ കുടുംബത്തിനോട് കൂടെ തന്നെ JVPയും, അതായത് ഈ ദിസ്നായകനും ഈ JVP ഗ്രൂപ്പും രാജപക്സെയുടെ പക്ഷത്തായിരുന്നു. അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പ്രക്ഷോഭത്തിൽ LTTയെ താഴെ ഇറക്കിയതിനു ശേഷം അവിടെ അധികാരത്തിലേറിയതാണ് രാജപക്സെ കുടുംബം. അപ്പം അങ്ങനെ ഉയർന്നു വന്നതാണ് JVP പാർട്ടി. പക്ഷേ ആ JVP പാർട്ടി പുറത്ത് വന്ന് ആ കുറച്ച് പ്രതിച്ഛായയിൽ മുന്നോട്ട് വന്നതിന് ശേഷം പിന്നെ അവിടെ രാജപക്സെ കുടുംബത്തിന്റെ വലിയൊരു അധികാരമായിരുന്നു. ആ ശ്രീലങ്കൻ മൊത്തം ഭരിച്ചിരുന്നത് ആ കുടുംബമായിരുന്നു. അപ്പം പിന്നെ അവരുടെ അജണ്ട എന്താന്ന് വെച്ചാൽ ആ കുടുംബത്തെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു വിജയം, ആ ഒരു ശ്രമം ഒരു പൂർണ്ണമായും അത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിജയവും. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ദിസ്നായകന്റെ ഈ വിജയം ഒരു പക്ഷേ നമ്മൾ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധത്തെ തന്നെ തകർത്തേക്കാം. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ശ്രീലങ്കൻ സമാധാന ഉടമ്പടി ഉണ്ടാക്കിയ സമയത്ത്, അല്ലെങ്കിൽ ആ കരാർ വെച്ചിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നൊരു പാർട്ടിയാണ് JVP പാർട്ടി. അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന നേതാവും ഇദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ നേതാവ് അവിടെ പ്രസിഡന്റായി സ്ഥാനമേറ്റതുകൊണ്ടും ചൈനയുമായിട്ട് നമുക്കറിയാം, ഇന്ത്യ ചൈന ബന്ധം അത്ര സുഖകരമായിട്ടുള്ളൊരു ബന്ധമൊന്നുമല്ല. ചൈനയുമായിട്ടൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ദിസ്നായകന്റെ ആ ഒരു നേതൃത്വ പദവി ഒരു പക്ഷേ നമ്മൾ ഇന്ത്യൻ ജനതയെ ഒരു വലിയ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം. എന്താണ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യ വിരുദ്ധരുടെ ഒരു മൂവാണ് ഇപ്പോൾ ബംഗ്ലാദേശിലായാലും മാലിദ്വീപിലായാലും ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിൽ ഇടതുപക്ഷമായാലും ഇന്ത്യയുടെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള പ്രിയപുത്രിയായിട്ടുള്ള ഷേഖ് ഹസീനെ നാട്ടുകൂട്ടം അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ആൾക്കാരില്ല, ജനങ്ങളൊന്നാകെ ആ ഒരു ഭരണത്തെ താഴെ ഇറക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയാണ്. അതായത് അവിടെ ഒരു കലാപം സൃഷ്ടിച്ചത് ഇന്ത്യ വിരുദ്ധരായിരുന്നു എന്നായിരുന്നു ദേശീയ തലത്തിൽ പോലും ഇന്ത്യ മാധ്യമങ്ങൾ പറഞ്ഞത്. അതേപോലെ പറയുന്നത് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷെയ്ഖ് ഹസീനെ, അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ നിന്നും അവർ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു ആ സമയത്ത്. പിന്നെ അതേപോലെ ഈ മാലിദ്വീപിന്റെ കാര്യത്തിലും ഇന്ത്യ വിരുദ്ധരാണ് അവിടെയും പ്രശ്നമുണ്ടാക്കിയത്. ഇന്ത്യ വിരുദ്ധർക്കെതിരെയായിരുന്നു അവിടുത്തെ മുഹമ്മദ് മൊയ്സു എന്ന് പറഞ്ഞ ആള് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെയായിരുന്നു അവിടെയും വിജയം കണ്ടെത്തിയത്. അപ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഇപ്പോൾ ശ്രീലങ്കയിൽ ഇതേപോലെ ഇന്ത്യ വിരുദ്ധരുടെ ഒരു ഇതാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ഒരു ഓർഗനൈസ്ഡ് ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഈ ദിസനായകയെ നയിച്ചത്. അത് ഇന്ത്യയുമായിട്ട് ഒരു കരാറ് കാണും, ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുമെന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ദിസനായകയായിട്ട് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആഭ്യന്തരം, നമ്മുടെ ഈ ഒരു
ശ്രീലങ്കയിൽ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രാജ്യക്കാരെ ആരും ഇടപെടാൻ സമ്മതിക്കില്ല. പക്ഷെ അത് അത്രത്തോളം പോസിബിൾ ആവുമെന്ന് വെച്ചാൽ, കാരണം അവിടെ തമിഴരുണ്ട്. ശ്രീലങ്കയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ന്യൂനപക്ഷം തമിഴരുണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് ഈ ദിസ്നായക എന്ന പ്രസിഡന്റ് സംസാരിക്കുന്നത്. തമിഴരെ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു അവിടെ ഇനി അങ്ങോട്ട് നടപ്പിലാക്കാൻ പോകുന്നൊരു ചൈന ഒരു ബാന്ധവത്തിലൂടെ ചൈന ഒരു അഭിപ്രായങ്ങളും ചൈനയുടേതായിട്ടുള്ള ഒരു ഭരണമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല JVP പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധ ഹിംസള വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഒരു വർഗീയത തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. പക്ഷെ പ്രത്യക്ഷത്തിലായ അദ്ദേഹം തമിഴർക്കെതിരെ നിന്ന് സംസാരിക്കുന്നില്ല. പക്ഷെ അവിടെയുള്ള തമിഴർക്ക് വലിയ രീതിയിലൊരു ആശങ്കയുണ്ട്. ഇദ്ദേഹം പ്രസിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവി വലിയ രീതിയിൽ ബാധിക്കും. അപ്പൊ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ എന്നല്ല ഒരു രാജ്യങ്ങളും ഇടപെടരുതെന്ന് പറഞ്ഞിട്ടും ഇന്ത്യക്ക് തമിഴരോടൊരു പ്രത്യേക അനുകമ്പ ഉള്ളതുകൊണ്ട് ഇതിനു മുൻപും ശ്രീലങ്കയിൽ അന്ന് തമിഴരെ ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയൊക്കെ വലിയ രീതിയിൽ ഇടപെട്ടിരുന്നു. അന്നത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. 45 ദിവസത്തിലധികം മത്സ്യത്തൊഴിലാളികളെ ജയിലടയ്ക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായ സമയത്തും ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു ആ പ്രശ്നത്തിൽ. അപ്പോൾ ഇനി മുതൽ ഇന്ത്യക്കെന്നല്ല ഒരു രാജ്യത്തിനും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് പ്രസിഡന്റ്. അപ്പോൾ താൽക്കാലിക പ്രസിഡന്റ് ഭരണത്തിൽ കയറി അദ്ദേഹവും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഈ താൽക്കാലിക പ്രസിഡന്റ് കാലത്ത് അവിടെ ഒരു നിയന്ത്രണമില്ലാതെ കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു അവിടുത്തെ ഭരണം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ ഒരു ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റ് തന്നെ അവിടെ സ്ഥാനം ഏറ്റിരിക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ ഭയക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രം തന്നെ, ഒരു രാജ്യം തന്നെ ആ ഒരു ദ്വീപ സമൂഹമാണത്. അപ്പം അവർ നിലനിൽപ്പിന് വേണ്ടി 2022 തൊട്ട് തന്നെ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടായാലും മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധം, നല്ല രീതിയിലൊരു ബന്ധം പുലർത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ള ദിസ്നായക പറയുന്നത് ഇനിയും ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ ഇതുപോലെ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ ചൈനയുമായിട്ട് വലിയ രീതിയിലുള്ള കടബാധ്യതകൾ പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ശ്രീലങ്ക. അപ്പം ശ്രീലങ്ക ഈ കടക്കെണിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു അനുരഞ്ജനം അത്യാവശ്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അനുകമ്പ നിൽക്കുന്നത് ചൈനയുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ചൈനയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും, ചൈനയെ അഭയം പ്രാപിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള കടം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു നിയന്ത്രണത്തിൽ ആക്കി മാറ്റാണ്. തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പം ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കയ്യിലാക്കുന്ന ഒരു രീതിയാണ് ചൈന പിന്തുടരുന്നത്. അപ്പം ശ്രീലങ്കയെ വരുതിയിലാക്കുന്നതിലൂടെ ഇന്ത്യക്ക് നേരെ പോരാടാൻ ചൈനക്ക് സാധിക്കും ഒരു പരിധിവരെ. ഇന്ത്യക്ക് നേരെയുള്ള ചൈനയുടെ ഒരു മൂവ്മെന്റ്സ് തന്നെയാണ് ഇപ്പോൾ മാലിദ്വീപിലായാലും ശ്രീലങ്കയിലായാലും കണ്ടുവരുന്നത്. ഇന്ത്യക്കെതിരെ ഉള്ളൊരു ആയുധമാക്കാനാണ് ഈ രാജ്യങ്ങളെ ചൈനക്കാർ ശ്രമിക്കുന്നത്.